ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമുക്കിന്ന് രാമായണത്തിലെ ഒരു അതിശക്തയായിട്ടുള്ള ഒരു കഥാപാത്രത്തെ മനസ്സിലാക്കാം. ത്യാഗത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. എന്നാൽ പ്രത്യക്ഷത്തിൽ രാമായണത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ പരോക്ഷമായി രാമായണത്തിൻ്റെ നെടും തൂണെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഊർമിളാദേവിയെക്കുറിച്ചാണ്. വിദേഹ രാജ്യത്തെ രാജകുമാരിയായിരുന്നു ഊർമിളാദേവി. ജനക മഹാരാജാവിൻ്റെയും സുനയന രാജ്ഞിയുടെയും മകൾ. സീതാദേവിയും മാണ്ഡവിയും ശ്രുതകീർത്തിയും സഹോദരിമാർ. ലക്ഷ്മണൻ്റെ ഭാര്യ. മക്കൾ അംഗദനും ചന്ദ്രകേതുവും. സീതാദേവിയെ ജനക മഹാരാജാവ് ദത്തെടുത്ത ശേഷമാണ് ഊർമിളാദേവി ജനിച്ചത്. പിന്നീട് ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ വിവാഹം കഴിക്കുന്നു. ലക്ഷ്മണൻ ഊർമിളാദേവിയെ വിവാഹം കഴിക്കുന്നു. ഭരതൻ മാണ്ഡവിയെ വിവാഹം കഴിക്കുന്നു. ശത്രുഘ്നൻ ശ്രുതകീർത്തിയെയും വിവാഹം കഴിക്കുന്നു. അങ്ങനെ അയോധ്യയിലെത്തുന്നു. പിന്നീടുള്ള കഥകളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. വനവാസ സമയത്തേക്ക് ആ കഥ എത്തുന്നു. വനവാസത്തിൽ പോകാൻ തയ്യാറായി നിൽക്കുന്ന ശ്രീരാമചന്ദ്രനോടൊപ്പം സീതാദേവി പോകുന്നു. എന്നാൽ ലക്ഷ്മണനോടൊപ്പം തനിക്കും പോകണം എന്നാഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹം ലക്ഷ്മണനോട് പറഞ്ഞപ്പോൾ തന്നെ അതിനെ നിരാകരിക്കുകയാണ് ലക്ഷ്മണൻ ചെയ്യുന്നത്. ഊർമിളയ്ക്ക് ആ കൊട്ടാരത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്നും കുടുംബാംഗങ്ങളെയൊക്കെ പരിചരിക്കാൻ വേണ്ടിയും അതേപോലെ വനത്തിലേക്ക് കൂടെ വന്നു കഴിഞ്ഞാൽ തൻ്റെ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠത്തിയെയും നന്നായിട്ട് ശുശ്രൂഷ ചെയ്യാൻ തനിക്ക് തടസ്സമുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് കൂടെ വരണ്ട എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ അനുസരിക്കുകയാണ് ഊർമിളാദേവി ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നു. ലക്ഷ്മണനും ശ്രീരാമനോടും സീതയോടുമൊപ്പം വനത്തിലേക്ക് പോകുന്നു. അങ്ങനെ കുറച്ചു ദിവസം ഇങ്ങനെ ഉറങ്ങാതെ ഇരിക്കുന്ന ലക്ഷ്മണൻ്റെ അടുത്തേക്ക് നിദ്രാദേവി പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് പറയുന്നു, ഇങ്ങനെ ഒരുപാട് കാലം ഉറങ്ങാതെ ഇരിക്കാൻ ആർക്കും സാധ്യമല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ സന്തുലിതാവസ്ഥയെ മാനസികാവസ്ഥയൊക്കെ ഇത് വളരെ മോശമായിട്ട് ബാധിക്കും. അതുകൊണ്ട് ഉറങ്ങണം എന്ന് പറയുന്നു. അപ്പോൾ ലക്ഷ്മണൻ പറയുന്നു, തനിക്കൊരിക്കലും അത് ചെയ്യാൻ സാധിക്കില്ല. ഈ 14 വർഷവും താൻ ഉറങ്ങാതെ തന്നെ ഇരിക്കും. എങ്കിൽ മാത്രമേ തൻ്റെ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠത്തിയെയും അവരോടുള്ള കടമകൾ തനിക്ക് നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ നിദ്രാദേവി പറയും, അങ്ങനെയാണെങ്കിൽ ലക്ഷ്മണന് പകരം ആരെങ്കിലും ഉറങ്ങണം. ഈ 14 വർഷം ആരെങ്കിലും ഉറങ്ങണം. ലക്ഷ്മണൻ ഉടനെ തന്നെ തൻ്റെ ഭാര്യയുടെ കാര്യം ആലോചിക്കുകയാണ്. ആ ഊർമിളയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ഏറ്റെടുത്താൽ തനിക്ക് ഉറങ്ങാതെ ഇരിക്കാനായിട്ട് സാധിക്കുമല്ലോ. നിദ്രാദേവിയോട് ആ വിവരം അറിയിച്ചപ്പോൾ നിദ്രാദേവി അയോധ്യയിൽ ചെന്ന് ഊർമിളാദേവിയെ കാണുകയാണ്. കണ്ടിട്ട് ഈ ഒരു കാര്യം ചോദിക്കുന്നു. സന്തോഷപൂർവ്വം ഊർമിളാദേവി ആ ഒരു കാര്യം ഏറ്റെടുക്കുന്നു. 14 വർഷം താനിനി ഉറങ്ങിക്കോളാം. തൻ്റെ ഭർത്താവ് ഉണർന്നിരുന്ന് സദാ രാവും പകലും ഉണർന്നിരുന്ന് എല്ലാ കടമകളും നന്നായിട്ട് ചെയ്യട്ടെ. ലക്ഷ്മണനും അത് സന്തോഷമായിരുന്നു. കാരണം ഈ 14 വർഷത്തെ വിരഹം ഭാര്യയ്ക്ക് അനുഭവിക്കേണ്ടി വരില്ലല്ലോ എന്നോർത്തിട്ട്. ശ്രീരാമചന്ദ്രൻ്റെ അടുത്താണെങ്കിലും വനവാസത്തിന് പോകുന്ന സമയത്ത് ഊർമിളാദേവി പറയുന്നുണ്ട്, ഒരിക്കലും തൻ്റെ ഭർത്താവിന് തന്നെക്കുറിച്ചുള്ള ചിന്തകൾ തോന്നാൻ ഇടവരരുത്. അദ്ദേഹത്തിൻ്റെ ജോലിക്ക് അദ്ദേഹത്തിൻ്റെ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തൻ്റെ ചിന്തകൾ വന്നു കഴിഞ്ഞാൽ പലതിനും അത് തടസ്സമാകും. അങ്ങനൊരു കാര്യം കൂടി അനുഗ്രഹിക്കണം എന്ന് ശ്രീരാമചന്ദ്രനോട് ഊർമിളാദേവി പറയുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ശേഷം ഈ 14 വർഷം ലക്ഷ്മണൻ ഇങ്ങനെ ഉറങ്ങാതെ ഇരുന്നത് കൊണ്ടാണ് രാവണപുത്രനായിട്ടുള്ള മേഘനാഥനെ വധിക്കാനായിട്ട് സാധിച്ചത്. മേഘനാഥന് ലഭിച്ച വരമനുസരിച്ച് 14 വർഷം ഉറങ്ങാത്ത ഒരാൾക്ക് മാത്രമേ വധിക്കാൻ സാധിക്കുകയുള്ളായിരുന്നു. ഊർമിളാദേവിയുടെ ഈ ഒരു ത്യാഗം കൊണ്ട് അതിശക്തനായിട്ടുള്ള രാവണപുത്രനെ വധിക്കാനായി ലക്ഷ്മണന് സാധിച്ചു. അങ്ങനെ 14 വർഷവും കടന്നുപോയി. ഊർമിളാദേവി ഈ 14 വർഷവും അതൊരു ഗാഠമായിട്ടുള്ള ഒരു ധ്യാനാവസ്ഥയെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ഒരു ധ്യാനാവസ്ഥയിലൂടെ ഊർമിളാദേവി 14 വർഷവും കടന്നു പോവുകയാണ്. ഈ വനവാസകാലമൊക്കെ കഴിഞ്ഞിട്ട് ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനുമായി അയോധ്യയിലേക്ക് ചെല്ലുന്നു. അന്ന് രാത്രിയിൽ തന്നെ ശ്രീരാമചന്ദ്രൻ
ഊർമിളാദേവിയുടെ അന്തഃപുരത്തിലേക്ക് പോകുന്നത് ലക്ഷ്മണൻ കാണുന്നു. അദ്ദേഹം എന്തിനാണ് അങ്ങനെ പോകുന്നതെന്ന് അറിയാനായിട്ട് കൂടെ പോവുകയാണ് ലക്ഷ്മണൻ. അപ്പോൾ അകത്ത് ചെന്ന ലക്ഷ്മണൻ കാണുന്നത് ഊർമിളാദേവിയുടെ പാദം തൊട്ട് നമസ്കരിക്കുന്ന ശ്രീരാമചന്ദ്രൻ. അദ്ദേഹം കണ്ണുനീർ വാർക്കുന്നു, നമസ്കാരം ചെയ്യുന്നു. എന്താണിത് എന്ന് ഞെട്ടി നിന്ന ലക്ഷ്മണൻ്റെ അടുത്തേക്ക് കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീരാമചന്ദ്രൻ. ഈ ഒരു ത്യാഗം ചെയ്തില്ലെങ്കിൽ ഈ ഒരു വനവാസ സമയത്തുള്ള കാര്യങ്ങളൊന്നും ഭംഗിയായിട്ട് നടക്കുകയില്ലായിരുന്നു. ഇത്രയും വലിയ ത്യാഗം ആരും ചെയ്യുകയില്ല. അതിനാലാണ് ഈ ഒരു നമസ്കാരം ഞാൻ ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ സീതാദേവി പറയുകയാണ്, 1000 സീതമാരുണ്ടെങ്കിൽ പോലും ഒരു ഊർമിളയ്ക്ക് തുല്യമാവില്ല. അത്രത്തോളം മഹാത്യാഗമാണ് ഊർമിള ചെയ്തതെന്ന്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എത്രമാത്രം വലിയ ഒരു മനസ്സിനുടമയായിരുന്നു ഊർമിളാദേവിയെന്ന്. രാമായണത്തിലെങ്ങും നമുക്ക് വലിയ പരാമർശങ്ങളൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. കൂടുതലും ഇത് തെലുങ്കിലൊക്കെയുള്ള ആ രാമായണത്തിലൊക്കെ ഉള്ളൂ. ഈ ഒരു ത്യാഗം തന്നെയാണ് രാമായണത്തിന് ആ മഹത്വം നൽകിയത്, എല്ലാം ഭംഗിയായിട്ട് നിർവഹിക്കാനായിട്ട് കഴിഞ്ഞത്. വൈദേഹിയും മൈഥിലിയും ജനകജയും ഒക്കെ ഊർമിളാദേവി തന്നെയാണ്. പക്ഷേ ആ സ്ഥാനങ്ങളൊന്നും ആഗ്രഹിക്കാതെ എല്ലാം തൻ്റെ ജ്യേഷ്ഠത്തിക്ക് നൽകുകയാണ് ആ മഹാതപസ്വിയായിട്ടുള്ള ഊർമിളാദേവി ചെയ്തത്. ഹരി ഓം തത്സത്. നന്ദി, നമസ്കാരം.